Hi friends, welcome back to my channel, your online teacher. അപ്പോൾ അക്കൗണ്ടൻസിക്ക് നല്ലൊരു മാർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്നാണ്. പ്രോബ്ലംസും തിയറി മാത്രം പഠിച്ചു പോയാൽ പാസ്സാവില്ല, പ്രോബ്ലം കൂടി പഠിക്കണം. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഏതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. ഒരു 4-5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ ചോദിക്കും. 4 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ പിന്നീട് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേർണലൈസിങ് ആണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇത് 8 മാർക്കിലേക്ക് വരും. 8 മാർക്കിലേക്ക് വന്നില്ലെങ്കിലും ഷുവറായിട്ടൊരു 5 മാർക്കിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ജേർണൽ എൻട്രീസ് എന്തായാലും ചോദിക്കും. ഞാനിവിടെ 5 എടുക്കാണ്. നമുക്ക് എത്ര മാർക്ക് കുറഞ്ഞത് കിട്ടുമെന്ന് അറിയണമല്ലോ. സോ 5 മാർക്ക് ജേർണൽ എൻട്രി പഠിച്ചാൽ കിട്ടും. ഈ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 199ൻ്റെ ബാച്ച് ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ പോലും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫുൾ ടോപ്പിക്സ് അക്കൗണ്ടൻസി ഫുൾ ക്ലാസ് നിങ്ങൾക്ക് വെറും 199 രൂപയ്ക്ക് കിട്ടും കേട്ടോ. സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കോൺടാക്ട് ചെയ്താൽ മതി. hi+1 മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അങ്ങനെ ചോദിക്കാറില്ല, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് ചോദിക്കാറുള്ളത്. ഭാഗ്യമുണ്ടെങ്കിൽ അത് 8 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കും. സോ ഞാനിവിടെ അത് 5 മാർക്കിൽ നിന്ന് എടുക്കുന്നത്. സോ 5 മാർക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടും. അതൊക്കെ ഈസിയാണ്. ദെൻ പിന്നീട് പെറ്റി ക്യാഷ് ബുക്ക്, ചിലപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ഏതെങ്കിലും ഒന്നോ ചോദിക്കുക. അപ്പോൾ ഇതും എന്തായാലും നമ്മൾ പഠിക്കണം. 8ൽ 5 മാർക്കിനായിട്ട് ചോദിക്കും. ദെൻ അടുത്തതാണ് പർച്ചേസസ് ഡേ ബുക്ക്. +1 അക്കൗണ്ടൻസിയിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് ബുക്കാണ്. പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും എല്ലാം കൂടി ഒരു 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു 4 മാർക്ക് കിട്ടി. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒന്ന് ചിന്തിക്കുന്നവർക്കേ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്യാഷ് ബുക്കിലെ ബാലൻസിൽ എന്ത് മാറ്റം വരും, പാസ്ബുക്കിലെ ബാലൻസിൽ എന്ത് മാറ്റം വരും എന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതും വൺ ഓഫ് ദ ഈസി ആൻഡ് സൂപ്പർ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതും 5 കൂട്ടുമ്പോൾ ഇപ്പോൾ തന്നെ 28 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. റെക്ടിഫിക്കേഷൻ എൻട്രി അതൊരു A+, ആർക്ക് പറ്റിയ സാധന. കാരണം നല്ല രീതിക്ക് അതിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ഇതിൽ എൻട്രീസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ലെവലിലേക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നവർ ഈ ടോപ്പിക്ക് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റെക്ടിഫിക്കേഷൻ എൻട്രീസ്. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇത് ഒരൊറ്റൊരു ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കുഞ്ഞു പ്രോബ്ലം ആണ്, വേഗം ചെയ്യാനും പറ്റും, നമുക്ക് വേഗം ചെയ്ത് ആൻസർ കിട്ടും. അപ്പോൾ അവിടെയും നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും ഇതും A+ ലെവൽ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ടോപ്പിക്കാണ്. നിർബന്ധമായിട്ട് പഠിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് അടുത്തിടെയായിട്ട് ചോദിക്കുന്നുണ്ട് കൂടുതലായിട്ട്. 4 മാർക്ക് അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ചോദിക്കാറ് ഈ ബാഡ് ഡെറ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചോദിക്കാറുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ, അതിൽ വരുന്നത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചോദിക്കാറുള്ളൂ. +1ലേക്ക് ആ ലെവലിലേ വരുള്ളൂ. അതൊന്ന് പഠിച്ചിട്ട് പോലെ 8 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഫൈനൽ ആൻസർ തെറ്റിയാൽ തന്നെ 7 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ തന്നെ നമുക്ക് 39 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് തിയറി ഉണ്ട്, അതും മിസ് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അതും കൂടി പഠിച്ച മക്കളെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി പാസ്സാകുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് പർച്ചേസ് ചെയ്യുന്നവർ പർച്ചേസ് ചെയ്യുക, സ്വന്തമായിട്ട് പഠിക്കുന്നവർ ഈ ടോപ്പിക്സൊക്കെ കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയും +1 അതുപോലെ +2 വിഷയങ്ങളുടെ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ മോഡൽ എക്സാമിലേക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.